എല്ലാം ശുഭകരം. എല്ലാം ശുഭകരം. കോൺഗ്രസിലെയും UDFിലെയും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നല്ല നിലയിൽ പുരോഗമിക്കുന്നു. ഞാനിപ്പോൾ ബഹുമാനായ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ വസതിയിൽ അദ്ദേഹത്തെ സന്ദർശിച്ചു. ഇനിയിപ്പോൾ കന്റോൺമെന്റ് ഹൗസിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും മറ്റ് UDF നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്യും. കാര്യങ്ങൾ നല്ല നിലയിൽ എല്ലാം പരിഹരിച്ചു. Everything is going smooth. We are having discussion within the Congress party as well with the UDF allies. And by when will it be finalized? It will be announced at the right time. So what about Ramesh Chenithala? Everybody will be comfortable in the Congress party. Vijay Joseph will be coming Tamil Nadu. Is it confirmed? It is not confirmed. It is not confirmed. It is not confirmed. നല്ല ഒരു മന്ത്രിസഭ ഉണ്ടാവും. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് നല്ല ഒരു മന്ത്രിസഭ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. സണ്ണി ജോസഫ് പറഞ്ഞ് നമ്മൾ കേട്ടു. അദ്ദേഹം എല്ലാം സ്മൂത്തായിട്ടാണ് പോകുന്നത്, കാര്യങ്ങളെല്ലാം പരിഹരിച്ചു. രമേശ് ചെന്നിത്തല വകുപ്പിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് നെഗറ്റീവായിട്ടുള്ള ഉത്തരമല്ല അദ്ദേഹം നൽകിയിരിക്കുന്നത്. എല്ലാം സ്മൂത്തായിട്ട് പരിഹരിച്ചു എന്നാണ്. നല്ല മന്ത്രിസഭ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ എനിക്ക് തോന്നുന്നു വിജയ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് വരുമോ എന്ന ചോദ്യത്തിന് ഇറ്റ്സ് നോട്ട് കൺഫേംഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സനിസ, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ചുരുക്കം? എല്ലാം പരിഹരിക്കുമെന്ന് തന്നെയാണ് സണ്ണി ജോസഫ് ഇവിടെ വ്യക്തമാക്കുന്നത്. KPCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. എല്ലാം സ്മൂത്തായിട്ട് പോകും. മന്ത്രിസഭ രൂപീകരണം, നല്ലൊരു മന്ത്രിസഭ ഉണ്ടാകുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുന്നത്. നല്ലൊരു മന്ത്രിസഭയായിരിക്കും വരാൻ പോകുന്നത്. എല്ലാ തരത്തിലുമുള്ള അതൃപ്തിയും പരിഹരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ചർച്ചകൾ പുരോഗമിക്കുന്നതായിട്ടും എത്രയും പെട്ടെന്ന് ഈ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു പറയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ തന്നെ തമിഴ്നാട് CM വിജയെ ക്ഷണിച്ചിരുന്നു. തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് തമിഴ്നാട് CM വിജയ്ക്ക് ക്ഷണമുണ്ട്. അദ്ദേഹം വരുന്ന കാര്യത്തിൽ ഇപ്പോഴും അതിലൊരു കൺഫർമേഷൻ ആയിട്ടില്ല എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിൽ പുകഞ്ഞു വരുന്ന ഈ അതൃപ്തിയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അനുനയ നീക്കത്തോടെ മധ്യസ്ഥ ചർച്ചയോടെ തീർക്കുമെന്ന കാര്യമാണ് ഇപ്പോൾ KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും സ്മൂത്തായി പോകും, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അപ്പോൾ തന്നെ ഇപ്പോഴും പ്രശ്നങ്ങളും അതൃപ്തിയും പുകയുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പരോക്ഷമായി വ്യക്തമാക്കുന്നത്. നേരത്തെ MK രാഘവൻ അടക്കമുള്ളവർ പ്രതികരിക്കുമ്പോഴും ആ അതൃപ്തി അങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. KCയെ ആക്രമിച്ചതായി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഇനി KCയെ ഒന്നും അനുഭവിക്കാൻ ബാക്കിയില്ല എന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു MK രാഘവൻ നടത്തിയത്. കൂടാതെ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ അതിലൊരു പരിശോധന നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ അതൃപ്തിയൊന്നും അത് തീർന്നിട്ടില്ല, ഇപ്പോഴും പുകയുകയാണ്. കൂടാതെ ഇതിൽ മധ്യസ്ഥ ചർച്ചകൾ തുടരുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നേതാക്കളും KPCC അധ്യക്ഷനും MLA-മാരും MP-മാരും എത്തിച്ചേരുന്നത് എന്ന കാര്യത്തിലും ഇപ്പോൾ ഈ ഒരു പ്രതികരണത്തിലൂടെ നമുക്ക് വ്യക്തത വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അനുനയ നീക്കം, മന്ത്രിസഭ രൂപീകരണവുമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ. ഞാൻ അങ്ങോട്ടേക്ക് വരാം സനിസ. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട് അവിടെ നിന്ന്. മാത്രമല്ല KC വേണുഗോപാൽ ഒരുപക്ഷെ അദ്ദേഹം രമേശ് ചെന്നിത്തലയെ കാണാൻ വേണ്ടി പോവുകയും ചെയ്യുമല്ലോ. അപ്പോൾ അന്നേരത്ത് അങ്ങോട്ടേക്ക് വരാം.